പാലക്കാട് വല്ലപ്പുഴയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. ചൂരക്കോട് സ്വദേശി അബ്ദുൽ കരീമിന്റെ മകൾ ഷഹന ഷെറിയാണ് കാണാതായത്. ഇന്നലെ സ്കൂളിലേക്ക് തിരിവെച്ച കുട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം തെരച്ചിൽ എങ്ങനെയാണ്? പോലീസ് പറയുന്നത് എന്താണ്? ഹാഷ്മി, ഒരു ദിവസം പൂർത്തിയാവുകയാണ് ഈ കുട്ടിയെ കാണാതായിട്ട്. സ്വാഭാവികമായിട്ടും വലിയ ആശങ്ക അതുകൊണ്ട് തന്നെ ഉയരുന്നുണ്ടാകണം രക്ഷിതാക്കളെയും നാട്ടുകാരെയും ഒക്കെ സംബന്ധിച്ച്. ഇന്നലെ രാവിലെ ഈ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ബന്ധു വീട്ടിലൊന്ന് പോകണം, അവിടെയാണ് എന്റെ പുസ്തകങ്ങളും മറ്റുമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടി വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന്, സഹപാഠികൾക്കിടയിൽ നിന്ന് പോകുന്നത്. ആ സമയത്ത് കുട്ടി വേഷവും മാറിയിരുന്നു. ആ സമയത്ത് ഈ പർദ്ദയാണ് ഈ കുട്ടി ധരിച്ചിരുന്നത്. അപ്പോൾ എന്തിനാണ് പർദ്ദ മാറ്റുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ മുതിർന്ന ആളുകളൊക്കെ ഉണ്ട്. അവർ എന്നെ പർദ്ദ ഇടാതെ കണ്ടാൽ വഴക്ക് പറയുമെന്ന് പറഞ്ഞാണ് ഈ കുട്ടി പർദ്ദ ധരിച്ചുകൊണ്ട് ട്യൂഷൻ സെന്ററിൽ നിന്ന് ബന്ധു വീട്ടിലേക്ക് പറഞ്ഞു പോകുന്നത്. എന്നാൽ ബന്ധു വീട്ടിൽ കുട്ടി എത്തിയിരുന്നില്ല. തുടർന്ന് കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം അധ്യാപകർ രക്ഷിതാക്കളെ അറിയിച്ചപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം രക്ഷിതാക്കളും പറയുന്നത്. തുടർന്നാണ് പട്ടാമ്പി പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് അവർ ഒരു പരാതി നൽകിയത്. പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലൂടെ ടിക്കറ്റ് കൗണ്ടറിന് സമീപത്തേക്ക് കുട്ടി നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പട്ടാമ്പി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അവർ അത് ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ഏതെങ്കിലും ട്രെയിനിൽ കയറി കുട്ടി യാത്രയായോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ 10ാം ക്ലാസ്സുകാരിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരു ദിവസം പൂർത്തിയാവുകയാണ്, അതായത് 24 മണിക്കൂർ പൂർത്തിയാവുകയാണ് ഈ കുട്ടിയെ കാണാതായിട്ട്. ഒരു മിനിറ്റ്, ഇപ്പോൾ കുട്ടിയുടെ ബന്ധു ഷെഫീഖ് ചെയ്യുന്നുണ്ട്. ഷെഫീഖ്, എങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സംശയം? ഷെഫീഖ്, പകരം ഉമ്മാന്റെ വീട്ടിലാണ് പുസ്തകങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ വെക്കേഷൻ കഴിഞ്ഞിട്ട് അത് എടുത്തിട്ടില്ല. അതെടുത്തിട്ട് അവിടെ പോയിട്ട് വരാമെന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ കുട്ടി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി പോണ CCTV ദൃശ്യങ്ങൾ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും എങ്ങോട്ടെങ്കിലും പോവുക എന്ന ലക്ഷ്യത്തിലായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ തീവണ്ടിയിൽ കയറി പോകാൻ കഴിയുന്ന കൂട്ടുകാരികളോ മറ്റോ ഉണ്ടോ ഷഹനയ്ക്ക്? ഇല്ല, നിലവിലില്ല. അങ്ങനെ ഒരു പരിചയമുള്ള ആരും പറയണില്ല. പിന്നെ ഫ്രണ്ട്സിനോടൊന്നും ചോദിക്കുമ്പോൾ അവർക്കൊന്നും അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽസ് അറിയണില്ല. പക്ഷെ കുട്ടി യൂണിഫോം മാറ്റിയിട്ട് പർദ്ദ ഇട്ടിട്ടാണ് പോയിട്ടുള്ളത്. കയ്യിൽ ഫോൺ ഉണ്ടോ ഷെഫീഖ്? ഇല്ല, കുട്ടി ഫോൺ ഉപയോഗിക്കുന്നില്ല. വീട്ടുകാരെ അറിവിൽ ഫോൺ ഉപയോഗിക്കുന്നില്ല. പോലീസ് പറയുന്നത് എന്താണ്? പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. പോലീസുകാർ ഊർജിതമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇന്ത്യ മൊത്തം കൊടുത്തിട്ടുണ്ട്. റെയിൽവേ പോലീസിലും പിന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയെങ്കിൽ ഏതെങ്കിലും തീവണ്ടിയിൽ കയറി എങ്ങോട്ടേലും ഒരു യാത്രാ ലക്ഷ്യമുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ ഷെഫീഖ്? ഇല്ല, അങ്ങനെ വീട്ടുകാർക്കൊന്നും അങ്ങനെ ഒരു സംശയമൊന്നുമില്ല. അങ്ങനെ ഇതിന്റെ മുന്നപ്പോ അങ്ങനത്തെ ഒരു സൂചന കിട്ടുക അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഇന്നലെ വിളിച്ച് സംസാരിക്കും, അവരൊക്കെ പോയി കണ്ടപ്പോഴൊന്നും അങ്ങനത്തെ ഒരു സൂചന ആരും തരുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻ ഉള്ള പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള പോലെ ഒന്നും കുട്ടിക്ക് വരെ ആരോടും പറഞ്ഞിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. എന്തായാലും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, കുഞ്ഞുകുട്ടിയാണ്. അപ്പോൾ അത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന CCTV ദൃശ്യങ്ങളടക്കം ഈ ബന്ധുക്കളെടുത്ത് പോലീസിന് നൽകിയിട്ടുണ്ട്. ഇനി ഷഹന ഷെറിയല്ലേ, അപ്പോൾ ഷഹന എവിടെയെന്നെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ വലിയ മാനസികാവസ്ഥയിലാണ്, വലിയ മാനസിക വേദനയിലാണ്. വഴക്കൊന്നും പറയില്ല, പെട്ടെന്ന് തിരികെ വരൂ എന്നാണ് ആ വീട്ടുകാർക്ക് ഷഹനയോട് പറയാനുള്ളത്.